രാജ്ഭവന്റെ പരിഗണനയിലുണ്ടായിരുന്ന മുഴുവൻ ബില്ലുകളിലും ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള ഭൂപതിവ ഭേദഗതി ബില്ലടക്കം 5 ബില്ലുകൾക്കാണ് ഗവർണർ അംഗീകാരം നൽകിയത്. എന്നാൽ ബില്ലുകളിൽ നേരത്തെ തന്നെ ഒപ്പുവെച്ചിരുന്നു എന്നാണ് ഗവർണർ പറയുന്നത്. സർക്കാർ ഗവർണർ പോര് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള നാടകം മാത്രമായിരുന്നെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. മാസങ്ങളായി രാജ്ഭവന്റെ പരിഗണനയിലുണ്ടായിരുന്ന ബില്ലുകളാണ് ഗവർണർ തീർപ്പാക്കിയത്. കേരള ഭൂപതിവ ഭേദഗതി ബില്ലും തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി ബില്ലും ഉൾപ്പെടെയാണ് ഇത്. ഭൂപതിവ ഭേദഗതി ബില്ലിൽ ഇടുക്കിയിലെ കർഷകരുടെ ആശങ്ക സംബന്ധിച്ച് രാജ്ഭവൻ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടും മാസങ്ങളോളം ഗവർണർ ബിൽ പിടിച്ചുവെച്ചു. ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളും അരങ്ങേറി. സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ട് അനങ്ങാതിരുന്ന ഗവർണറാണ് ഇപ്പോൾ ബില്ലുകളിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഈ ബില്ലുകളിൽ നേരത്തെ തന്നെ ഒപ്പുവെച്ചിരുന്നതാണെന്നും ബില്ലുകൾ സംബന്ധിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അത് പരിശോധിക്കാനാണ് സമയമെടുത്തതെന്നും ഗവർണർ പ്രതികരിച്ചു. But you came to know about it today after the polling. It is nothing to do with the court. They are planning, they pick. എന്നാൽ ഇതെല്ലാം സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒത്തുകളിയാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പരിഹാസം. എപ്പോഴൊക്കെ സർക്കാർ പ്രതിസന്ധിയിലാകുന്നുവോ അപ്പോഴൊക്കെ ഗവർണർ രംഗത്തെത്തുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് പ്രതിരോധത്തിലാവുമ്പോൾ മാത്രമാണ് ഗവർണർ രംഗപ്രവേശം ചെയ്യാറുള്ളത്. അപ്പൊ ഇവർ തമ്മിൽ ഭയങ്കര ഫൈറ്റാണ്. ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ട ഗവർണർ വിരുദ്ധ പ്രക്ഷോഭം, ഞങ്ങൾ ഗവർണർക്കെതിരാണ്, ഞങ്ങൾ BJPക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അത് ഗവർണറെ വഴിയിൽ തടയുന്നു. ഇപ്പൊ കാണാനില്ലല്ലോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കഴിഞ്ഞു. അതൊക്കെ ഞങ്ങൾ രണ്ടും ഒന്നല്ല രണ്ടാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ നടത്തിയ നാടകങ്ങളാണ്. ഞാൻ ഈ നാടകം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. കേരള ഡയറി ഫാമേഴ്സ് വെൽഫെയർ ഫണ്ട് ഭേദഗതി ബിൽ, കേരള അബ്കാരി നിയമ ഭേദഗതി ബിൽ തുടങ്ങിയവയാണ് ഗവർണർ അംഗീകാരം നൽകിയ മറ്റ് ബില്ലുകൾ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.